Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. Johnny, 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 Johnny. അതെ, ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എങ്ങനെ? കാക്കകൃതി കനകൃതി, കനകൃതി കാക്കേ നിന്നുടെ. ഒന്ന് വിട് ചീള് കേസ്. വേറെ വല്ലും പറ. അറിഞ്ഞില്ലേ? എന്തോന്ന്? ആ, നല്ല കാര്യമാണെങ്കിലും ഇവൻ അറിയില്ല. വിവരമില്ലാത്ത ചിലർ ഈയിടെയായി മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. തർക്കിക്കാതെ ഞാൻ കാര്യം പറയട്ടെ. പറയൂ പറയൂ, പറഞ്ഞുകൊണ്ടേയിരിക്കൂ. നമ്മുടെ ദീപുവിന് എല്ലാ വിഷയത്തിലും A+ കിട്ടി. അവനെ ഏറ്റവും നല്ല കുട്ടിയായി തെരഞ്ഞെടുത്തു. കിടിലൻ. ഈ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല, അറിയേയില്ല. ദീപുവിന്റെ മാതാപിതാക്കൾക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ദീപു മാതാപിതാക്കളോട് പറഞ്ഞ വാക്ക് പാലിച്ചു. വാഗ്ഭക്ഷണം ഭക്ഷണം. എന്തോ നാടാ ഇത്? വാക്കാണ് സൗന്ദര്യം. എന്റെ അപ്പം പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഇവൻ തിന്ന് ചാകൂന്നായിരിക്കും. നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടാ. അതാണ് ആ വാക്ക്. നീ ഒരിക്കലും നന്നാവില്ലടാ. അത് ഞാൻ പാലിക്കും. ആ, ചിലരൊക്കെ മുട്ട തിന്നാ നന്നാവും. നമുക്ക് അവനൊരു സമ്മാനം കൊടുക്കണ്ടേ? കൊടുക്കണം. ബട്ട് നമുക്കിത് വിശദമായി ചർച്ച ചെയ്യാം. ഇനിയും ഒത്തിരി സമയമുണ്ടല്ലോ. നമുക്ക് ഈ അരുവിയുടെ കരയിൽ ഇരുന്ന് ചിന്തിക്കാം. ഓക്കെ, നല്ല രസമായിരിക്കും. നൈസ്, ബ്യൂട്ടിഫുൾ. നമുക്ക് അവന് സമ്മാനമായി പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു കൊടുക്കാം. ഓർത്തിരിക്കാൻ പറ്റിയ എന്തെങ്കിലും നല്ലൊരു പണി കൊടുത്താലോ? വിനാശകാലേ വിപരീത ബുദ്ധി. തനിക്കറിയാവുന്ന പണി ചെയ്യേ. ലുക്ക്, ആ ഞാവലിന്റെ കൊമ്പിൽ നല്ല ഞാവൽ പഴങ്ങൾ. കയറി പറിക്കൂ. ആ, ഏറ്റു, ഞാൻ പറക്കാം. പക്ഷെ അപ്പോഴേക്കും സമ്മാനം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇക്കിളി, ഈ മീനിന്റെ ഒരു കാര്യം. വഴക്ക് വേണ്ട, എനിക്ക് ഐഡിയ കിട്ടി. ഒരു ചെറിയ പെട്ടിയിൽ 10 പരിപ്പുവട, 10 ഉള്ളിവട പൊതിഞ്ഞു കൊടുക്കാം. ഇനി നീ മിണ്ടരുത്, മനസ്സിലായോ? തീറ്റപ്പണ്ടാരം. വഴക്ക് വേണ്ട, എനിക്ക് ഐഡിയ കിട്ടി. നല്ല വെളുത്ത ഒരു ഷർട്ട്, അവന്റെ സ്വഭാവം പോലെ. ചന്ദ്രേജ്വലഹ. വെള്ള ഷർട്ടോ? ഇതെന്തോ നാടേ? അവന്റെ ആദ്യ കുർബാനയാണോ? ആ, അത് മതി. അത്രയൊക്കെ നമുക്ക് പറ്റൂ. ആ, കിടിലൻ ഷർട്ട്. യെസ് ബ്രോസ്, അതാണ് തീരുമാനിച്ചെങ്കിൽ അത് മതി. വാ, സ്കൂളിൽ പോവാം. ഉച്ചയ്ക്ക് ഉപ്പുമാവ് കഴിക്കണം. ഏതായാലും ദീപു നമുക്കൊരു പ്രചോദനമാണ്. ആയിക്കോട്ടെ, ഇപ്പൊ നമുക്ക് പോവാം.
അഭിമാനം മാത്രമല്ല, ഞങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്ക് പ്രചോദനമാണ് ദീപുവിന്റെ കഠിനാധ്വാനവും പരിശ്രമശീലവും. ഞങ്ങളുടെ ക്ലാസിന്റെ ഒരു ഉപഹാരം നൽകുവാനായി ജോപ്പനെ ക്ഷണിക്കുന്നു. സംഗതി കലക്കിട്ടോ. ഞാൻ ഒരു വിഷയത്തിനെങ്കിലും ജയിക്കാൻ പ്രാർത്ഥിക്കണം. മനുഷ്യ മനസ്സനന്ത ജലപ്രവാഹം മാതിരി, അത് തിരിയാം മറിയാം കുതിച്ചൊഴുകാം. എന്തോന്നാ മിക്കുമാമ പുതിയ ഫിലോസഫി? വെള്ളയിലൊരു കറുത്ത കുത്ത്, കറുപ്പിലൊരു വെള്ള വര, പെട്ടെന്ന് ശ്രദ്ധ തിരിഞ്ഞു. അതാണ് സാരം. ശരിയാ, നന്മയിൽ തിന്മയുടെ ചെറിയ വര. ആനയുടെ തുമ്പിക്കൈയിൽ ചെറിയൊരു ഉറുമ്പ്. അയ്യോ അയ്യോ അയ്യോ, എവിടാ ഉറുമ്പ്? വെറുതെ ആളെ പേടിപ്പിക്കാതെ. വെള്ള ഷർട്ടിൽ മഷി വീണു. അല്ല, ഷർട്ട് മഷിയിൽ വീണു. നീ കാര്യം പറ ചോപ്പാ. നമ്മുടെ വെള്ള ഷർട്ട് സമ്മാനം കറുപ്പായി പോയി. എന്താ, നമ്മൾ കൊടുത്ത സമ്മാനത്തിൽ ചെളി പറ്റിയോ? അല്ല, ദീപുവിന്റെ ജീവിതത്തിൽ ചെളി പറ്റി. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ദീപു സ്കൂളിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അവന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ സ്കൂളിലെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അവളുടെ അനുവാദമില്ലാതെടുത്തു. എല്ലാവരും അറിഞ്ഞു. ആകെ പ്രശ്നമായി. ദൈവമേ, എന്തൊരു കഷ്ടം. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുത്തി. പണ്ട് എന്റെ കല്യാണം കഴിഞ്ഞ സമയം ഞാനും മിസ്സും വഴിയരികിൽ നിന്ന് ഞാവൽപ്പഴം പെറുക്കിയായിരുന്നു. ഇതെങ്ങനെയുണ്ട് ചേട്ടാ? ആഹാ, കൊള്ളാമല്ലോ. നിന്റെ പ്രൊഫൈൽ പിക്ചർ ആക്കാൻ പറ്റും. ചേട്ടായി, ഇവരെന്നെ ഫോട്ടോ എടുത്തു. മനുഷ്യര് മൊബൈലും കൊണ്ട് എന്ത് വൃത്തികേടാ കാണിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നീ വന്നേ, നമുക്ക് പോവാം. അങ്ങനെ ഞാൻ അവരുടെ സെൽഫി പ്രേമം തീർത്തു കൊടുത്തു. IT ആക്ട് അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കൽ, സ്കൂളിലേക്ക് മൊബൈൽ കൊണ്ടുവരിക, എല്ലാം തൂങ്ങുന്ന കേസാ. ഓ, ഒരബദ്ധം പറ്റിയെന്നല്ലേ ഉള്ളൂ. അത്ര വലിയ കാര്യാക്കണോ? അത്ര കാര്യമാ. ഒരിക്കൽ പേര് പോയാൽ, പേരിന് ദോഷം വരുത്തിയാൽ ആ കറ മാറാൻ കാലങ്ങളെടുക്കും. ഒരു ഫോട്ടോ എടുക്കുന്നത് തെറ്റ് തന്നെയാ. പ്രത്യേകിച്ച് കുട്ടികളുടെ ഫോട്ടോ അനുവാദമില്ലാതെ എടുക്കുന്നത് വളരെ തെറ്റാണ്. ജീവിതത്തിൽ നിലയും വിലയും അതിന്റെ ഉന്നതയിൽ എത്തുന്തോറും അവിടെ നിന്നുള്ള വീഴ്ചയുടെ ആഘാതവും കൂടും. ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ ജീവിക്കണം. ദേ നോക്ക്, ഞങ്ങളോട് ചേർന്ന് നിന്ന് ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. അത് പണക്കാരനോ പാവപ്പെട്ടവനോ ഏത് തരക്കാരനായാലും കുഴപ്പമില്ല. ഒരിക്കലും തിന്മ വരില്ല. ദൈവം നിങ്ങളിൽ നിറയെ നന്മകൾ നിറച്ചിരിക്കുന്നു. ഒരു മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സെൽഫി എടുക്കാമായിരുന്നു. മൊബൈലുണ്ട്, ഒരു സെൽഫി എടുക്കാൻ വരുന്നോ? ബെസ്റ്റ് മാച്ചിങ്. മൊബൈൽ ഇല്ലെങ്കിലും വേണ്ടില്ല, നന്മ നഷ്ടപ്പെടാതിരുന്നാ മതി.